സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചിരിപ്പോ ആശ്വാസമോ സന്തോഷമോ ജനങ്ങൾ അങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തുകയാണ്. നമ്മൾ ആദ്യം നേമത്തിലേക്കാണ്. നേമം മണ്ഡലത്തിലെ കാലടി ഗവൺമെന്റ് ഹൈസ്കൂൾ 101 നമ്പർ ബൂത്തിൽ BJP പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തെന്ന് UDFന്റെ പരാതി. കാലടി സ്വദേശി രമേശ് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മറ്റൊരാൾ നേരത്തെ തന്നെ വോട്ട് ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? എന്താണ് മറ്റു വിവരങ്ങൾ? ദിലിന, ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് നേമം മണ്ഡലം. മാത്രമല്ല ഇതിനോടകം തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളും അതേപോലെ തന്നെ ആരോപണങ്ങളും, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പോളിംഗിന്റെ അവസാന നിമിഷം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ടുള്ള കാലടി സ്കൂളിലെ 101 നമ്പർ ബൂത്തിലാണ് ഇപ്പോൾ കള്ളവോട്ട് പരാതി ഉയർന്നിട്ടുള്ളത്. ആ വോട്ട് ചെയ്യാൻ പോയി കള്ളവോട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. കാലടി സ്വദേശി രമേശാണ്. ചേട്ടാ, എന്താ ശരിക്കും സംഭവിച്ചെന്താ? എൻ്റെ പേര് രമേശാണ്. ഞാൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 മണി വരെ ഓഫീസിൽ പോയിട്ട് പിന്നെ വോട്ട് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നു. വീട്ടിൽ ഊണ് കഴിഞ്ഞിട്ട് ഒരു 3 മണി അടുപ്പിച്ച് വന്നപ്പോൾ അകത്ത് കയറിയ ഉടനെ എൻ്റെ ID കാർഡ് കണ്ട ഉടനെ പറഞ്ഞത്, നിങ്ങളുടെ പേരിൽ ആരോ വോട്ട് ചെയ്തിട്ടുണ്ടോ, ഈ ID കാർഡ് വെച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനത് ഒബ്ജക്റ്റ് ചെയ്തു. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അതുമാത്രമല്ല, ഈ ID കാർഡ് അല്ല കൊണ്ടുവന്നത്. ഞാനിപ്പോൾ എൻ്റെ ഫയലിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അത് വേറെ ID കാർഡ് കൊണ്ടുവന്നതായിരിക്കാം. ഈ ID കാർഡ് ആയിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ട് വന്നത്. അതും എൻ്റെ ഭാര്യയുടെ കൂടെയാണ് ഞാൻ വന്നത്. പരിശോധന നടത്തിയോ? അവർ പരിശോധന നടത്തി. അതിന് വേറെ ഒരു സിഗ്നേച്ചർ പോലെ രമേശ് എന്ന് പേര് എഴുതിയിട്ട് ആരോ സൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒബ്ജക്റ്റ് ചെയ്തപ്പോൾ ടെൻഡർ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ടെൻഡർ വോട്ട് ചെയ്യാൻ ആയിട്ട് അവർ സമ്മതിച്ചു. അങ്ങനെ ടെൻഡർ വോട്ട് ചെയ്തു. പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതിയും കൊടുത്തിട്ടുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു റിട്ടേൺ ആയിട്ട് പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. ഇതാദ്യമായിട്ട് എനിക്കൊരു അനുഭവമാണ്. അത് എന്തായാലും അത് മോശമായിപ്പോയി. ഇതാണ് രമേശ് പറയുന്നത്. മാത്രമല്ല, ഈ നേമം നിയമസഭാ മണ്ഡലത്തിലെ ഓരോ വോട്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4000 ഭൂരിപക്ഷം. വളരെ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ചില ആക്ഷേപങ്ങൾ ഇവിടെ ഉണ്ട് താനും. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഇവിടെ ഉണ്ട് താനും. അവരോടും ഇക്കാര്യം ചോദിക്കാം. ശരിക്കും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ആക്ഷേപം എന്താണ്? അതായത് നമ്മളിപ്പോൾ ഒരു വോട്ടർ ലിസ്റ്റ് പരിശോധന കൃത്യമായി നടത്തിയിട്ട് ആ ആളിൻ്റെ വ്യക്തമായ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ പേര്, വീട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഓരോ പാർട്ടിക്കാരും ഈ ഇലക്ഷൻ സമയത്ത് ഡെസ്കിലിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വോട്ട് അദ്ദേഹം വന്നപ്പോഴത്തേക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതിൽ ഇടപെടുന്നത്. 601 എന്ന് പറയുന്ന ക്രമ നമ്പറിൽ അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ്റെ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴത്തേക്കും പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ID കാർഡ് കാണിച്ചു. ആ ക്രമ നമ്പർ വിളിച്ചു പറയുന്നു. അത് നമ്മുടെ 3 പാർട്ടിക്കാരും, കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റ്, ഇവരെല്ലാം 3 പേര് ഇരുന്നിട്ടാണ് അതിനെ ടിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആളല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയും, ഇതല്ല ആള്, വേറൊരാളാണ് ഇതിൻ്റെ യഥാർത്ഥ ആളെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയം അദ്ദേഹം ലീവ് എടുത്തിട്ടാണ് ഇപ്പം വന്ന് വോട്ട് ചെയ്യാൻ വന്നത്. ഇത്ര ദൂരം വന്നപ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ സംശയിക്കുന്നത് എന്താണ്? നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത്? സാധാരണഗതിയിൽ ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ സമയത്ത് BJPക്കോ കമ്മ്യൂണിസ്റ്റിനോ കോൺഗ്രസിനോ ഒരു വോട്ട് അവർക്കാണ് കിട്ടേണ്ടതാണെങ്കിൽ അവർ ശക്തമായി അതിൽ ഇടപെടും. ഇപ്പം നിലവിലിപ്പോൾ ഈ 2 പാർട്ടിക്കാരും ഇതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടില്ല. അവരത് നിസ്സാരവൽക്കരിച്ച് അവർ പോവുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് ഈ വോട്ട് ഞങ്ങളതാണെങ്കിലും അല്ലെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് കിട്ടേണ്ട അവകാശമാണ് അദ്ദേഹത്തിന്റെ വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കിട്ടാത്ത അവസരത്തിൽ അദ്ദേഹം വിഷമിച്ച് നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അതിൽ ഇടപെടുകയും ആരാണ് കള്ള വോട്ട് ചെയ്തത്, ആ കള്ള വോട്ട് ചെയ്ത ആളിന്റെ വ്യക്തമായ ഉദ്ദേശം എന്താണെന്ന്, അത് ആരാണ് ചെയ്യിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. കാരണം ഇപ്പം ക്യാമറ പരിശോധിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ പരിശോധിക്കുക ഇപ്പം നിലവിൽ അദ്ദേഹത്തിന് സാഹചര്യമില്ല. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവരുടെ കയ്യിലാണ് ആ ഒരു ചെയ്യേണ്ട ഇതൊക്കെ റൂൾസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ ഇദ്ദേഹത്തിന്റെ വോട്ട് ഇപ്പം ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ വോട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ടെൻഡർ വോട്ട് എന്ന് പറയുന്നത് ഇപ്പം ഇദ്ദേഹത്തിന്റെ വോട്ട് അത് അവർ എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വ്യക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകും. ഞങ്ങൾ പരാതി നൽകും. കാരണം ഞങ്ങളുടെ വാർഡിനകത്ത് ബൂത്തിനകത്ത് ഇങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ഏതായാലും വളരെ ഗൗരവമായിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള പരാതിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേമമണ്ഡലമാണ്. ശക്തമായ ത്രികോണപ്പോര് നടക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് BJPക്കെതിരെ വളരെ ഗൗരവമുള്ള ഒരു ആരോപണം ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തിയിരിക്കുന്നത്. പ്രിസൈഡിംഗ് ഓഫീസറുടെ മുൻപിൽ ഇതിനോടകം തന്നെ പരാതി പോയിട്ടുണ്ട്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകുമെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ജില്ലാ മണ്ഡലം ഏതാണെങ്കിലും ഓരോ വോട്ടും നിർണായകമാണ്. ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും 5 കൊല്ലം കാത്തുന്ന ജനാധിപത്യ ഉത്സവത്തിൽ ഒരു വോട്ട് രേഖപ്പെടുത്താൻ എത്തുമ്പോൾ ഏതോ ഒരാൾ ആ വോട്ടും ചെയ്ത് പോയെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ആ കള്ളനെ വ്യാജന കണ്ടെത്തേണ്ടതുണ്ട്. ബൂത്തിൽ ഏജന്റുമാരുണ്ടാകുമല്ലോ പാർട്ടികളുടെ, ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ചില്ലറക്കാരനല്ല, വല്ലാത്ത വിരുദ്ധനാണ്.
എന്തായാലും ആളെ പിടികിട്ടട്ടെ, ശരിക്കും രമേശിന്റെ വോട്ട് പരിഗണിക്കപ്പെടട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.